2012 ഡിസംബർ മാസം ഇന്ത്യൻ ക്രിക്കറ്റ് പേസ് ബൌളിങ്ങിനെ അതുവരെ നയിച്ച സഹീർ ഖാൻ തിരിച്ചടികളേൽക്കുന്ന സമയം. ഇന്ത്യയുടെ പ്രകടനത്തിൽ ആരാധകർ കടുത്ത നിരാശയിലായി. അപ്പോൾ പ്രതീക്ഷയുണർത്തി ഒരു യുവതാരം ഇന്ത്യൻ ക്രിക്കറ്റിലേക്കെത്തി. ആദ്യ 2020-ൽ 4 ഓവറിൽ 9 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് എടുത്ത താരം ഏകദിന ക്രിക്കറ്റിലെ ആദ്യ പന്തിൽ തന്നെ മുഹമ്മദ് ഹഫീസിനെ ക്ലീൻ ബൗൾഡാക്കി. ആദ്യ ടെസ്റ്റിൽ തന്നെ ബാറ്റുകൊണ്ടും സംഭാവന നൽകാൻ കഴിയുമെന്ന് തെളിയിച്ചു. ഭാവി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പേസറെന്ന് പ്രതീക്ഷകൾ ഉണർത്തി. അയാളുടെ പേരാണ് ഭുവനേശ്വർ കുമാർ. വിക്കറ്റിന്റെ ഇരുവശങ്ങളിലേക്കും പന്ത് തിരിക്കാനുള്ള കഴിവ്, സ്പീഡ് ഒരൽപ്പം കുറവാണെങ്കിലും ലൈനും ലെങ്തും കൃത്യമായ പന്തുകൾ. ലോകോത്തര ബാറ്റർമാർ അയാളുടെ സ്വിങ്ങുകൾക്ക് മുന്നിൽ വിറച്ചു. ഏറെ പ്രതീക്ഷയുണർത്തിയ ഉത്തർപ്രദേശുകാരൻ പക്ഷേ ഒരു കാലഘട്ടത്തിനപ്പുറം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉയർന്നില്ല. സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങൾ അയാളെ പലതവണ ടീമിന് പുറത്താക്കി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ അയാൾ ഒരു സന്ദേശം നൽകി. തന്റെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ നിന്ന് ക്രിക്കറ്റർ എന്ന പദം ഒഴിവാക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്ററല്ല, ഇനി മുതൽ ഇന്ത്യൻ മാത്രമെന്നായിരുന്നു ആ സന്ദേശം. അതൊരു നിശബ്ദമായ വിടവാങ്ങലെന്ന് ആരാധകർ വിലയിരുത്തി. ഏതൊരു വിക്കറ്റ് തെറിപ്പിക്കുമ്പോഴും ഭുവി അമിതമായി ആവേശം കൊണ്ടിരുന്നില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഇനിയൊരു മടങ്ങിവരവിന് സാധ്യതയില്ല. ആ നിശബ്ദമായ വിടവാങ്ങലിന് കാരണം അതാവും. പക്ഷേ 34-കാരനായ പഴയ ഭുവിയെ ഇന്നലെ ആരാധകർ കളത്തിൽ കണ്ടു. IPL-ൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് 202 എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചു. സീസണിൽ ഏറ്റവും മികച്ച ഫോമിലുള്ള താരങ്ങളുമായി രാജസ്ഥാൻ മറുപടിക്കിറങ്ങി. ആദ്യം ഭുവിക്ക് മുന്നിൽ വീണത് ജോസ് ബട്ട്ലർ, പിന്നെ സഞ്ജു സാംസണെ ക്ലീൻ ബൗൾഡാക്കി. ഈ ദൃശ്യങ്ങൾ ഭുവിയുടെ കരിയറിന്റെ തുടക്കത്തെ ഓർമ്മിപ്പിച്ചു. പാറ്റ് കമ്മിൻസ് ചില തന്ത്രങ്ങൾ മെനഞ്ഞു. ഭുവിയുടെ ഒരു ഓവർ ബാക്കി വെച്ചു. മത്സരത്തിന്റെ അവസാന ഓവറുകളിൽ നടരാജനും കമ്മിൻസും അസാധ്യ ബൌളിംഗ് പ്രകടനം പുറത്തെടുത്തു. ലാസ്റ്റ് ഓവർ എറിയാൻ കമ്മിൻസിന് മുന്നിൽ 2 താരങ്ങൾ. ഭുവിക്കൊപ്പം ജയ്ദേവ് ഉനദ്കട്ടിനും ഓവർ ബാക്കിയുണ്ട്. കമ്മിൻസ് ഭുവിയെ തിരഞ്ഞെടുത്തു. റോമാൻ പവൽ എന്ന വെസ്റ്റ് ഇൻഡീസ് പവർ ഹിറ്ററാണ് ക്രീസിലുള്ളത്. അവസാന 5 പന്തിൽ രാജസ്ഥാൻ വിജയത്തിന് വേണ്ടത് 12 റൺസ് മാത്രം. പവലിന് അതൊന്ന് തൊട്ടുനോക്കാൻ പോലുമില്ല. അവസാന പന്ത് വരെ ഇരു ടീമുകളും പോരാട്ടം കടുപ്പിച്ചു. പിന്നെ ഭുവിയുടെ ഒരു യോർക്കർ ശ്രമത്തിൽ പവൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി. സൺറൈസേഴ്സിന് സീസണിലെ ഏറ്റവും വലിയ ജയം. ഒരൊറ്റ റൺസിന്റെ അകലത്തിൽ ഭുവനേശ്വർ കുമാർ മത്സരം പിടിച്ചെടുത്തു. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഇപ്പോൾ ഏറെ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് ആ പഴയ ഭുവനേശ്വർ കുമാറിനെ കാണാൻ കഴിയും.